ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഡ്രീം കേക്കിൻ്റെ റെസിപ്പിയാണെന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മുടെ ചാനലിൽ ഡ്രീം കേക്കിൻ്റെ ഒരു റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ വൈറ്റ് ചോക്ലേറ്റ് ഫ്ലേവറിലാണ് കേട്ടോ ഈ ഒരു കേക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്കിനി വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഈ ഒരു 5 ടോട്ടെ കേക്കിൻ്റെ കേക്കും ഫില്ലിങ്ങും എല്ലാതും വൈറ്റിലാണ് വരേണ്ടത് കേട്ടോ. അപ്പോൾ ആദ്യം അതിന് വേണ്ടിയിട്ടൊരു വാനില സ്പോഞ്ച് ഉണ്ടാക്കണം. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് മൈദയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ പ്ലസ് ഒരു പിഞ്ച് ബേക്കിംഗ് പൗഡർ കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു പ്രാവശ്യം അരിച്ചെടുത്തിട്ടുള്ള ഈ ഒരു ഫ്ലോർ വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഇനി ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 2 എഗ്ഗ് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി 1/2 ടീസ്പൂൺ വാനില എസൻസും 1/2 കപ്പ് പൊടിച്ച് പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി എഗ്ഗ് നല്ല പോലെ തന്നെ ബീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ഇപ്പോൾ എഗ്ഗ് നല്ലപോലെ ബീറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഇനി 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ബീറ്റർ ഓഫാക്കാം. ഇനി എഗ്ഗ് മിക്സിലേക്ക് അരിച്ച് വെച്ചിട്ടുള്ള ഫ്ലോർ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ചെറിയ ചൂടുള്ള പാൽ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി സ്പാറ്റിൽ വെച്ചിട്ട് മെല്ലെ മെല്ലെ ഫോൾഡ് ചെയ്തിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഫ്ലോറൊക്കെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് ഞാൻ 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്തിട്ട് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി കേക്ക് ബാറ്റർ മുഴുവനും ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത ശേഷം കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഞാനിപ്പോൾ ഈ ഒരു കേക്ക് ഓവനിലാണ് കേട്ടോ ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ 200 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ 160 ഡിഗ്രിയിലൊരു 15 to 20 മിനിറ്റാണ് കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെക്കുന്നത്. അപ്പോൾ 20 മിനിറ്റ് ഒക്കെ ആയപ്പോഴേക്കും കേക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യാം. അടുത്തത് ഫില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ള ചോക്ലേറ്റ് മോസ് റെഡിയാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 120 ഗ്രാം വൈറ്റ് കോമ്പൗണ്ട് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഡബിൾ ബോയിൽ ചെയ്തിട്ടൊന്ന് മെൽറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യാം. അടുത്തത് തിക്ക് ഗണേഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 200 ഗ്രാം വൈറ്റ് കോമ്പൗണ്ട് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഇനി 100 ഗ്രാം ഫ്രഷ് ക്രീം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ഡബിൾ ബോയിൽ ചെയ്തിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കട്ടോ. അതിൻ്റെ ശേഷം അരിപ്പയിലൂടെ അരിച്ചിട്ട് ഇതുപോലെ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു അരമണിക്കൂർ ഇതൊന്ന് ഫ്രിഡ്ജിൽ സെറ്റാക്കാനായിട്ട് വെക്കണം. അപ്പോൾ ചോക്ലേറ്റ് ബോസ് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 3/4 കപ്പ് ക്രീം ഒന്ന് വിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. വിപ്പിംഗ് ക്രീമാണ്, അത് വിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ ശേഷം പിന്നെ ഇതിലേക്ക് ആദ്യം മെൽറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ചോക്ലേറ്റ് ഉണ്ടല്ലോ, അതിപ്പോൾ നല്ലപോലെ ചൂടാറിയിട്ടുണ്ട്. അതുകൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ ചോക്ലേറ്റ് മോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടുത്തത് കേക്ക് സെറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പോൾ ഇത് 5 in 1 ടോട്ടെ കേക്ക് എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ 5 ലെയറായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ലെയറായിട്ട് ഈ ഒരു കേക്കിൻ്റെ സ്പോഞ്ചാണ് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു സ്പോഞ്ചിന് 2 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിൽ നിന്ന് ഒരു പീസ് മാത്രമേ എടുക്കുന്നുള്ളൂ. പിന്നെ അതുപോലെ ഇതുപോലത്തെ കേക്ക് ടിന്നിലാണ് ഇത് കേട്ടോ ഇത് സെറ്റ് ചെയ്യുക. അപ്പോൾ ഇത് ബേക്കിംഗ് ഐറ്റംസ് ഒക്കെ വാങ്ങിക്കുന്ന ഷോപ്പിൽ ഇപ്പോൾ വാങ്ങിക്കാനായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ട് ആദ്യം അതിന് ഷുഗർ സിറപ്പ് വെച്ചൊന്ന് വെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി രണ്ടാമത്തെ ലെയറായിട്ട് ചോക്ലേറ്റ് മോസ് ആണ് കേട്ടോ കൊടുക്കുന്നത്. അത് ഇതിൻ്റെ മുകളിൽ ഈ ഒരു സ്പോഞ്ചിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ട് എല്ലായിടത്തും ഒരുപോലെ ഒന്ന് പരത്തിയെടുക്കട്ടോ.
ഇപ്പോൾ ചോക്ലേറ്റ് മോസ് എല്ലായിടത്തും ഒരുപോലെ പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു 15 to 20 മിനിറ്റ് ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ഒരു 15 മിനിറ്റിന് ശേഷം ഞാനിപ്പോൾ ഈ ഒരു കേക്ക് ടിന്ന് പുറത്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ലെയറായിട്ട് തിക്ക് ഗണേഷ് ഉണ്ടല്ലോ, അതാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചപ്പോൾ അത് നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇനി അടുത്ത ലെയറായിട്ട് ആ ഒരു ഗണേഷ് കൊടുക്കാം. അങ്ങനെ ഇപ്പോൾ ഗണേശ് എല്ലായിടത്തും ഒരുപോലെ പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ചോപ്പ് ചെയ്തിട്ടുള്ള ഹേസൽനട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ നട്ട്സൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഒരു അരമണിക്കൂർ ഇത് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റ് ആകാനായിട്ട് വെക്കട്ടോ. ഇനി നാലാമത്തെ ലെയറായിട്ട് ചോക്ലേറ്റിൻ്റെ ഒരു കോട്ടിംഗ് ആണ് കേട്ടോ കൊടുക്കാനുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 250 ഗ്രാം വൈറ്റ് ചോക്ലേറ്റ് കോമ്പൗണ്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഡബിൾ ബോയിൽ ചെയ്തിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കാം. അങ്ങനെ ഇവിടെ ചോക്ലേറ്റ് മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പം നേരത്തെ നമ്മൾ അരമണിക്കൂർ സെറ്റാക്കാനായിട്ട് വെച്ചിട്ടുണ്ടല്ലോ, ആ ഒരു സെറ്റാക്കുന്ന ഒരു ടൈമിനനുസരിച്ച് ചോക്ലേറ്റ് മെൽറ്റാക്കി എടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ഇത് നല്ലപോലെ സെറ്റായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഈ ഒരു മെൽറ്റാക്കിയ ചോക്ലേറ്റ് മുഴുവനായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് എല്ലായിടത്തും ഒരുപോലെ പരത്തി കൊടുക്കട്ടോ. എല്ലാ സ്ഥലത്തും ചോക്ലേറ്റ് ആവണം. ഇനി ചെറുതായിട്ട് വേണമെങ്കിൽ ഒന്നിങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ചോക്ലേറ്റ് എല്ലായിടത്തും ഒരുപോലെ ആവും. ഇനി ഇത് സെറ്റാക്കാനായിട്ട് വെക്കട്ടോ. അങ്ങനെ ഒരു അരമണിക്കൂറിന് ശേഷം വീണ്ടും ഞാനിത് എടുത്തിട്ടുണ്ട്. നല്ല പോലെ തന്നെ സെറ്റായിട്ടുണ്ട് കേട്ടോ. കൂടുതൽ ടൈം വെക്കണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ടൈം വെക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ 5ാമത്തെ ലെയറായിട്ട് പൗഡർ ഷുഗറാണ് ഇട്ട് കൊടുക്കുന്നത്. അതൊരു അരിപ്പയിലൂടെ അരിച്ചിട്ട് ഇതിൻ്റെ മുകളിൽ മുഴുവനായിട്ടും ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഡ്രീം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. 5 in 1 ടോട്ട് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട് കേട്ടോ. ഇനി ഇതൊന്ന് പൊട്ടിച്ച് നോക്കാം. അപ്പോൾ ഇതുപോലെ ഫോർക്ക് വെച്ച് കുത്തി നോക്കുമ്പോൾ, സ്പൂൺ വെച്ച് നോക്കുമ്പോൾ ഇതുപോലെ സൗണ്ട് വേണം കേട്ടോ. അപ്പോഴാണ് ഇത് കറക്റ്റായിട്ട് സെറ്റ് ആയിട്ടുണ്ടെന്നുള്ള ഒരു ഇത്. ചോക്ലേറ്റ് നല്ലപോലെ സെറ്റായാലും ഇതുപോലെ ഇങ്ങനെ സൗണ്ട് വരുള്ളൂ കേട്ടോ. ഇനി ഇത് പൊട്ടിച്ചെടുക്കാം. അങ്ങനെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള വൈറ്റ് ചോക്ലേറ്റ് ഡ്രീം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വൈറ്റ് ചോക്ലേറ്റ് ഒക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഈ ഒരു റെസിപ്പി ഇഷ്ടമാവും കേട്ടോ. അപ്പം പറ്റുന്നവരൊക്കെ ഈ ഒരു കേക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ പറയാനായിട്ട് മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഒരു റെസിപ്പി ഇഷ്ടമായി എന്ന് കരുതുന്നു. അങ്ങനെ ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്